ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ റെഡിയാക്കിയിരുന്നത് അപ്പമാണ്, വെള്ളയപ്പം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കറിയായിട്ട് റെഡിയാക്കിയിരുന്നത് വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ ഗ്രീൻ പീൻസും അതുപോലെ തന്നെ പൊട്ടറ്റോയും പിന്നെ ക്യാരറ്റും ബീൻസും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കുറുമ. അപ്പോൾ അതിൻ്റെ കൂടെ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി 2 അപ്പം എടുത്തിട്ടുണ്ട്. 2 അപ്പവും പിന്നെ അത്യാവശ്യം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെജിറ്റബിൾ കുറുമ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൂരിക്കും ദോശയ്ക്കും എല്ലാത്തിനും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ് ഈ ഒരു കറി എന്ന് പറയുന്നത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്തിരുന്നത് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ആ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മൈൽഡായിട്ടുള്ള സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ഒരു ചെറിയ എരിവോട് കൂടിയിട്ട് ഈ ഒരു കറി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്ന ടൈമിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചാലിച്ച് ഈ ഒരു രീതിയിൽ. ഇത് പച്ചമാങ്ങയല്ല, കുറച്ച് മധുരമൊക്കെയുള്ള നല്ല പഴുത്ത മാങ്ങ ഞാൻ ഇങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ നമുക്ക് ലഞ്ചിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ കിച്ചണിലെ വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ കൂടുതൽ കിച്ചൺ വിശേഷങ്ങൾ അധികം ഷെയർ ചെയ്യാത്തത് നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഒരുപാട് ബോറാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടേബിളിലേക്ക് വെക്കുന്നതും വിളമ്പുന്നതും കഴിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ലഞ്ചിന് ഇന്ന് ചൂട് ചോറ്, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക മുറുക്കി പൊരിച്ചത്. കുറേ നാൾ കൂടിയിട്ടാണ് വെണ്ടയ്ക്ക ഇന്നിങ്ങനെ എടുത്തിരിക്കുന്നത്. പിന്നെ കറിയായിട്ട് ഫിഷ് ഫ്രൈയും തിലാപ്പിയ ഫ്രൈ പൊരിച്ചതും അതുപോലെ തന്നെ കുഞ്ഞൻ മത്തി പൊരിച്ചതുമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ തലേന്നത്തെ മീൻ തലക്കറിയാണ്. അപ്പോൾ അതും നമ്മൾ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അത് ടേബിളിലേക്ക് കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ തക്കാളി പരിപ്പ് രസം ഉണ്ടല്ലോ, അത് അങ്ങനെ നമ്മുടെ കറികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ടേബിളിലേക്ക് നമ്മൾ റെഡിയാക്കി വെക്കുകയാണ്. അപ്പം മോള് വന്നിട്ട് ഓരോരോ ഐറ്റംസ് നമ്മൾ ടേബിളിലേക്ക് റെഡിയാക്കി വെച്ച ഐറ്റം, അവൾക്ക് ആ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തത് അവൾക്ക് എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോറ്, നല്ല ചൂട് ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പി. പിന്നെ ഓരോന്നോരോന്നായിട്ട് കറികളെല്ലാം നമ്മൾ വിളമ്പുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഫിഷ് കറി എടുക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ടൊമാറ്റോ പരിപ്പ് രസം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഐറ്റം ഉള്ളപ്പോഴത്തേനും, ഇപ്പോൾ സാമ്പാർ അതുപോലെ തന്നെ രസം ഈ വക ഐറ്റംസ് ഒക്കെ ഉള്ളപ്പോഴത്തേനും നല്ല കൂടുതൽ ചോറിലേക്ക് ഒഴിച്ച് നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ പപ്പടം ഫ്രൈ ചെയ്യാനായിട്ട് വിട്ടുപോയി. പിന്നെ ടേബിളിലേക്കെല്ലാം വിളമ്പി സെറ്റാക്കി വെച്ചപ്പോൾ പിന്നെ പപ്പടം ഫ്രൈ ചെയ്യാനായിട്ട് വീണ്ടും കിച്ചണിലേക്ക് പോയില്ല. ഇന്ന് ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ വെണ്ടയ്ക്ക നല്ല മുറുക്കി പൊരിച്ചതും അതുപോലെ തന്നെ തക്കാളി പരിപ്പ് രസവും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളൊരു സിമ്പിളായിട്ടുള്ള കേരള സ്റ്റൈൽ തനി നാടൻ ഉച്ച ഊണ്. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്ക ഫ്രൈ എന്ന് പറയുമ്പോഴത്തേനും മക്കൾക്കാണെങ്കിലും ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചെറിയ പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്താൽ അവരൊറ്റയ്ക്ക് നല്ല ആസ്വദിച്ച് കഴിച്ചോളും. അപ്പോൾ ഞാൻ ചോറാണെങ്കിലും അതുപോലെ കറികളാണെങ്കിലും കൂടുതലും അതാത് ദിവസത്തേക്ക് വേണ്ടി ഫ്രഷ് ഓരോരോ കറികൾ അതാത് ഒരു സമയത്ത് ഒരു നേരത്തേക്ക് എടുക്കാനായിട്ട് നോക്കും. ഇപ്പോൾ തോരനാണെങ്കിലും മെഴുക്കുവരട്ടി ാണ്. അതുകൊണ്ട് ക്വാണ്ടിറ്റി വൈസ് വളരെ കുറച്ചേ വെക്കാറുള്ളൂ. പിന്നെ ഞാൻ ചോറ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും ഇതുണ്ടല്ലോ, നല്ല രീതിയിൽ പരിപ്പും തക്കാളി ആ ഒരു രസത്തിൻ്റെ ആ ഒരു നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ചോറിലേക്ക് ഒഴിച്ച് ഈ ഒരു ഇന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഇന്ന് നമ്മൾ വിളമീനാണ് ഫ്രൈ ചെയ്തിരിക്കുക. വിളമീനും അതുപോലെ തന്നെ കുഞ്ഞൻ മത്തി ഫ്രൈ ചെയ്തതും. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തിലാപ്പിയ ഫിഷ് ഫ്രൈ ചെയ്തൊക്കെ എടുത്തതും മീൻകറി വെച്ചതൊക്കെ. ഇന്ന് തിലാപ്പിയ അല്ല, ഇന്ന് വിളമീനാണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറൊക്കെ നമ്മുടെ തനി നാടൻ ഉച്ച ഊണൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ചോറൊക്കെ ഉണ്ടതിന് ശേഷം മധുരം കഴിക്കാനായിട്ട് തോന്നി. മധുരം എന്ന് പറയുമ്പോൾ ഇത് ഓവർ മധുരവോ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ ഷുഗർ സിറപ്പിൻ്റെ കണ്ടൻറ്റ് ഒരുപാടൊന്നും ഇല്ല. ഉള്ളിലേക്കൊക്കെ നമുക്ക് നല്ല ഒരു ലൈറ്റ് ഫീലാണ്. ഇത് പിസ്ത ഫ്ലേവേർഡ് ആയിട്ടുള്ള പേസ്ട്രിയാണ്. അപ്പോൾ പുറമേ എന്ന് പറയുമ്പോഴത്തേനും നല്ല രീതിയിൽ പിസ്ത ഒക്കെ നല്ല ക്രഷ് ചെയ്ത് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീം, ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം വായിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അലിഞ്ഞു പോകും. പിന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു പിസ്തയുടെ ആ ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ആ ഒരു നമ്മുടെ പേസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം മക്കൾ കുറച്ച് ദിവസമായിട്ട് ന്യൂഡിൽസ് വേണം, പാസ്ത വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂഡിൽസ് റെഡിയാക്കി കൊടുത്തു.
എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് പാസ്തയാണ്. അപ്പോൾ പാനിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ചിക്കൻ, ബോൺലെസ് പീസ് ചിക്കൻ, കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായപ്പോഴത്തേനും അതിലേക്ക് കുറച്ച് ക്യാരറ്റും ബീൻസും സവോളയും കൂടെ ഞാൻ ഇട്ടിട്ട് ഒരുമിച്ചൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു തട്ടിക്കൂട്ടായിട്ടുള്ള ഒരു പാസ്തയാണ്. എന്നാൽ അത്യാവശ്യം നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയായിരുന്നു, മിച്ചം വരും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നന്നായിട്ട് നമ്മളെല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. അപ്പം നമ്മുടെ ആ ഒരു ചിക്കനും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോർട്ടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കൂടുതൽ ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ്. നമ്മുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഞാൻ സോയാ സോസ് ഒഴിക്കാനായിട്ട് വിട്ടുപോയി. ഞാൻ അതുകൊണ്ട് ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും എന്താണ്, നമുക്ക് എരിവ് ഓക്കെ ആവും. പിന്നെ ഇതാ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടല്ലോ, ഇത് വീറ്റ് പാസ്തയാണ്, വീറ്റ് പെന്നെ പാസ്തയാണ്. അപ്പോൾ ഇതാ പാസ്ത നമ്മൾ ആ ഒരു ചിക്കൻ വെജിറ്റബിൾ മിക്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാനിത് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇപ്പം റെഡിയാക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ നമ്മുടെ കയ്യിൽ ബേക്കറി ഐറ്റംസോ സ്നാക്സോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതാ എൻ്റെ പാസ്ത എന്ന് പറയുന്നത് ഞാൻ റെഡിയാക്കുകയാണ്. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ടുള്ളത്, വൈകുന്നേരത്തെ ചായക്ക് വേണ്ടി. ഇപ്പോൾ സാറായ്ക്ക് വെക്കേഷനാണ്, സ്കൂൾ ഒരു 2 months വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ വൈകുന്നേരം വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ വിശന്നൊക്കെ വീട്ടിലിരിക്കുമ്പോഴത്തേനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കാൻ നോക്കും. എല്ലാ ദിവസവും റെഡിയാക്കാറൊന്നുമില്ല. ഇത് പിന്നെ സേഫുമാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് പാസ്തയാണ്. അപ്പം പാസ്ത എന്നൊക്കെ പറയുന്നത് ഇവിടെ അടിപൊളി ഡിഫറെൻറ്റ് ഷേപ്സിൽ ഡിഫറെൻ്റ് ആയിട്ട് ഈസിലി അവൈലബിൾ ആണ്. അപ്പം നമ്മളിങ്ങനെ പാസ്തയൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട്. എന്നും കൊടുത്തില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ മക്കൾക്ക് ഇതുപോലെ ഈവനിങ്ങിലും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ പാസ്തയൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരത്തെ ഈവനിങ് ടീ ടൈമിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചായയും കൂടെ ഇടുന്നുണ്ട്. നമ്മളിതാ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പാസ്തയൊക്കെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ചീസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം, ബട്ടർ ആഡ് ചെയ്യാം. പിന്നെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പോകണ്ട. ചീസും ബട്ടറും ഒക്കെ ഞാൻ കൂടുതൽ വൈറ്റ് സോസ് പാസ്തയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇന്ന് എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ട് വേറൊരു ടൈപ്പ് പാസ്തയാണ്, കുറച്ച് സ്പൈസി ആയിട്ട് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതാ ഞാൻ മക്കൾക്കും എല്ലാവർക്കും നമുക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ചെറിയ ബൗളിലേക്ക് മാറ്റി ഇതാ എനിക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ ചൂട് ചായയുടെ കൂടെ ഞാനിതാ എൻ്റെ പാസ്ത ഞാനും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ പാസ്ത എടുത്തിട്ട് ചായയുടെ കൂടെ കഴിക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് അവർക്കിതാ വിളമ്പി കൊടുത്തു. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അവർ നല്ല ആസ്വദിച്ച് അവരുടെ പാസ്ത കഴിക്കുകയാണ്, ചായയും കൂടെ ചേർത്ത് അവർ കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് പാസ്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത് ഡിന്നർ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. അതിനിടയിൽ നമ്മുടെ കുറിക്കലും കഴിക്കലുമായിട്ടുള്ള ബാക്കി വിശേഷം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഷാർജ ഡിബ്ബ ബേക്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മുടെ ബനാന കേക്ക് എന്നൊക്കെ പറയും, നാട്ടിൽ കിട്ടുന്ന ഒരു കേക്ക് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിത് ഈ ഒരു ബനാന കേക്ക് അത് വാങ്ങിച്ചു. അത് ഞാനും മക്കളും ഒക്കെ കഴിച്ചു. പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് കയ്യിലൊക്കെ വെച്ച് 1-2 ഫോട്ടോ എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളും ഞാനും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇത് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മുടെ ഡിന്നർ ടൈം, രാത്രി നമ്മുടെ ഡിന്നർ ടൈം ഒരു 8:30 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഡിന്നർ എടുക്കുകയാണ്. അപ്പോൾ ഇതാ വളരെ കുറച്ച് മുട്ടക്കറി, വളരെ കുറച്ച് മുട്ട റോസ്റ്റ്. നമ്മുടെ രാവിലത്തെ മുട്ട റോസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു മുട്ട റോസ്റ്റ് രാവിലത്തെ അല്ല, എൻ്റെ കയ്യിൽ കുറച്ച് മുട്ടക്കറി ഉണ്ടായിരുന്നു. അതും പിന്നെ അതിലേക്ക് 2-3 മുട്ട ഞാനിതാ ബോയിൽ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ബീഫ് വിത്ത് ബോൺ എന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് മുറുക്കി പൊരിച്ചതാണ്. പിന്നെ കഴിക്കാനായിട്ട് കൈറൊട്ടിയാണ്, തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ള കൈറൊട്ടിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് 2-3 കൈറൊട്ടിയും അതുപോലെ തന്നെ ബീഫ് വിത്ത് ബോൺ ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ എഗ് റോസ്റ്റും ഇതൊക്കെ ചേർന്നിട്ട് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോംലി ടേസ്റ്റി ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈവനിങ് ടീ ആൻഡ് സ്നാക്കും അതുപോലെ തന്നെ ഡിന്നറും എല്ലാം
ഒന്നിനൊന്നും മെച്ചമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഡിഷസാണ്. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ ഒരുപാട് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ കിച്ചണിലെ കുക്കിംഗ് വിശേഷങ്ങൾ ഷെയർ ചെയ്യാത്തത്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഇടയ്ക്ക് ഞാൻ കുക്കിംഗ് റെസിപ്പി വീഡിയോസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഡിന്നർ ഞാൻ കഴിക്കട്ടെ. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആ ബീഫ് വിത്ത് ബോണും ആ മുട്ട റോസ്റ്റും ആ കൈറൊട്ടിയൊക്കെ ഒരുമിച്ച് ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ടേസ്റ്റി ഹോം മെയ്ഡ് ഡിഷസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ വീക്കെൻഡ് ആകുമ്പോഴത്തേനും നമ്മൾ ഒരു ദിവസം പുറത്തെ റെസ്റ്റോറൻറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. എങ്കിലും എല്ലാവരും എന്നോട് വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.